ശബരി റെയിലിനായുള്ള മലയോര ജനതയുടെയും ശബരിമല തീർത്ഥാടകരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. അതിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി കാലടി റെയിൽവേ സ്റ്റേഷനിലെ കാട് കയറിയ ഭാഗങ്ങൾ റെയിൽവേ വൃത്തിയാക്കി. ഇതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒഴിവാകും എന്നതിന്റെ ആശ്വാസത്തിലാണ് കാലടിക്കാർ. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് ശബരി റെയിൽപാത. 111 കിലോമീറ്റർ നീളം വരുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതി നടപ്പിലാക്കുമെന്നത് മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയിലെ 14 സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ടത് കാലടിയാണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലവും ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. കാടുപിടിച്ചു കിടന്ന പ്രദേശം കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കി മടങ്ങി. അതുകൊണ്ട് തന്നെ പദ്ധതി പുനരാരംഭിക്കുന്നതിന്റെ സൂചനയാണ് പുറത്തു വന്നത്. റെയിൽവേ പദ്ധതി വീണ്ടും തുടങ്ങുന്നതിന്റെ സന്തോഷത്തോടൊപ്പം സ്റ്റേഷനു വേണ്ടി പണിത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയത് ഒഴിവാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് കാലടി ഗ്രാമപഞ്ചായത്ത്. കാലടിയെ സംബന്ധിച്ച് ശബരിപാത റീസ്റ്റാർട്ട് ചെയ്ത വലിയ അനുഗ്രഹം തന്നെയാണ്. ഇത് വർഷങ്ങളായി ഇവിടെ ഒരു ഡെഡായ നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടുതലും മയക്കുമരുന്നുകളും അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ടിങ്ങിലൂടെ ഇതൊരു പുതുജീവൻ നൽകി ആ ശല്യം ഒഴിവാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് തമ്പടിച്ചാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനപ്പുറത്തേക്ക് ഗർഭനിരോധന ഉറകൾ വരെ ഈ മുറികളിൽ കാണാം. പോലീസിന്റെ പെട്രോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ നടപടി പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ അറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് വളരെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും. മാത്രമല്ല പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്. വേസ്റ്റ് പ്രശ്നം വളരെ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. മാത്രമല്ല വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് സഫലീകരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാലടി പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. ശബരി റെയിൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാലടിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ സൂചനകൾ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം കാലടിയിൽ നിന്നും കെ പ്രശാന്ത്, അമൃത ന്യൂസ്.